ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൺനോണമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത വീഡിയോ മൈൻക്രാഫ്റ്റുമായി വന്നിരിക്കുന്നു. കുറേ കാലമായി ഗൈസ് വീഡിയോ ഇട്ടിട്ട്, ചെറിയ തിരക്കൊക്കെ ആയതുകൊണ്ട് അതിന് വീഡിയോ ഇടാത്തിരി ലേറ്റായി പോയി. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഹൗസ് ബിൽഡ് ചെയ്തിട്ട് അപ്പോൾ അടുത്ത എന്താക്കണം നമ്മൾ ആലോചിക്കുകയാണ്. കുറേ കാലമായി ഗൈസ് എടുത്തിട്ട് അന്നേരം ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ മാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞോട്ടം ചെയ്തതെല്ലാം നോക്കാറുണ്ട്. നമ്മുടെ വീടൊക്കെ കുറേ കാലമായി ഇവിടേക്കൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ എങ്ങനെയെങ്കിലും ഒരു മലേനെ ഒരു പാട്ടാക്കി എടുക്കണം. ഉള്ളിലൊരു റൂമും കൂടി വെക്കണം. അവിടെ നമ്മളൊരു ബിൽഡ് ചെയ്യാനുണ്ട്. ചെറിയ സ്റ്റെയർ കേസ് ഇവിടെ വെച്ചിരിക്കാൻ കയറിപ്പോകാം. ഓ, ഇതാണ് നമ്മുടെ വീട്. നോബൊന്നുമില്ലല്ലോ, ഒരു നോബില്ല. നമ്മൾ ചെസ്റ്റ് വെച്ചിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ഒന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിക്കില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബേസില്ലേ, ആദ്യത്തെ ബേസല്ലേ ഇത്. ഇതിന് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ വെക്കാം. ഇപ്പോൾ കഴിച്ച് നമുക്ക് ഏകദേശം ഒരു ദിനം എല്ലാം ഇങ്ങോട്ട് വെച്ചേക്ക് സാധനം എല്ലാം വെച്ചാൽ അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. തുറന്നിറങ്ങാം. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നമുക്ക് ഇല്ലേ ആർമർ സെറ്റാക്കണം. ഇപ്പോൾ ഒരു ആർമർ പോലും ഇല്ല. നമുക്ക് കുറച്ച് അയൺ നമ്മുടെ അടുത്ത് കുറച്ച് അയൺ ഉണ്ട്. ഇപ്പോൾ 5 എണ്ണറ്റാണുള്ളൂ. 5 എണ്ണം എവിടെ നിന്നാണ് കിട്ടിയെന്ന് ആർക്കറിയാം. മൈനിങ് കിട്ടിയ നമ്മൾ മൈനിങ്ങിന് പോയിട്ട് കുറച്ച് അയൺ കണ്ടുപിടിച്ച് വരാം. നല്ലൊരു കേവ് എന്തെങ്കിലും കണ്ടെത്തണം. വലിയൊരു കേവ്. കോള് അയൺ എന്ത് കിട്ടിയാലും എടുക്കണം. എനിക്ക് കുറച്ച് കോള് കിട്ടിയില്ല. പിന്നെ നമുക്ക് കുറച്ച് കളക്റ്റിംഗ് ആയിരിക്കും. അല്ലെ ഗൈസ്, ഒരു ടൈം ലാപ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം. അതല്ല എത്തിവിടെ നല്ലത്. ഇങ്ങനെ ഒരു ഒറ്റ വെള്ളത്തിലെന്താ സോണ്ടി എന്തായാലും പേര് മറന്നു പോയ സാധനമുണ്ട്. ഗൈസ്, ഒരു നല്ല സെറ്റ് കേവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമേ ഉള്ളൂ. എനിക്ക് ഞാൻ ടോർച്ച് ഉണ്ടാക്കാനുള്ള സാധനം ടോർച്ചൊന്നും എടുത്തിട്ടില്ല. കുറച്ച് മൈൻഡ് ചെയ്തിട്ട് കട്ടിലൊക്കെ ടോർച്ച് വെച്ചിട്ടുണ്ടാക്കും. കോളുണ്ട്, അത്രയും ടോർച്ചൊക്കെ എടുക്കുന്നുണ്ടാക്കണം. ഗൈസ്, നമുക്ക് ഇത്ര ടോർച്ച് ഇട്ട് നോക്കാം. 44 ടോർച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോകാം. ഒരു സാപ്ലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കേവിലേക്ക് ആദ്യം എടുത്തിട്ടുണ്ടാക്കട്ടെ. ഇപ്പോൾ മനുഷ്യപ്പലേക്ക് ഇപ്പോൾ എണ്ണം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കോളിൻ്റെ 43 കോൾ കിട്ടിയിട്ടുണ്ട്. അത് ഇത്ര ഒരു സ്ഥലത്ത് നിന്നാണ് 43 കിട്ടിയത്. അപ്പോൾ ബാക്കി പോയി നോക്കാം. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ അയൺ തപ്പിയാണ് ഇനിയിപ്പോൾ അയൺ
ഗൈസ് ഇനി ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് ഗൈസ് നല്ലത്. ടാക്സ് പൊട്ടാൻ കഴിച്ചത് ഷീൽഡൊക്കെ ഉണ്ടാക്കി വരണം. നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്തായാലും വീട്ടിലേക്ക് പോകാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കുകയും ചെയ്യണം, ഒരു ഷീൽഡ് വേണം, ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. അതൊക്കെ ഒന്നാണ് അതാണ് സംഭവം പുതിയതാണ്. അതേറ്റാണ് തിളങ്ങുന്നുണ്ടല്ലോ. അത് എന്തായാലും എടുത്ത് വെച്ചേക്കാം. ആവശ്യം വിളിക്കും. നമുക്ക് വീട്ടിലേക്ക് കൊടുത്തേക്കാം. അപ്പം ഗൈസ് ബേസിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊന്നും ഉണ്ടാക്കാൻ ഒരു ഷീൽഡ് ആവശ്യം വരും. അതിനടുത്തുള്ള കുറച്ച് അയൺ എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സാധനമൊക്കെ ഇവിടേക്ക് വെക്കുകയും ചെയ്യുക. ഷീൽഡും ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. ഷീൽഡ് ഒന്നുണ്ടാക്കാം. വെക്കുകയും ചെയ്ത ഒരു പിക്കാക്സ് അയൺ പിക്കാക്സ് ഇപ്പോൾ ഉണ്ടാക്കണം ഗൈസ്. ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കുക. അവിടെ ഇരുന്നോട്ടെ. ഒരു സ്റ്റോൺ പിക്കാക്സ് കൂടി ഉണ്ടാക്കി വെക്കുക കയ്യിൽ. ഇനി ബാക്കി എന്താ ഉള്ള ഒരു അയൺ ഉണ്ട്. സ്കോൾ ഇവിടെ വെക്കുക, അതും ഇവിടെ വെക്കുക. ബാക്കിയൊക്കെ ഇടുന്നോട്ടെ. ഒരു ബെഡ് എടുത്ത് കയ്യിൽ വെക്കണം. ഇതേക്കൂടെ വെള്ളിട്ട് ചെയ്യണം. പെട്ടെന്ന് വേണം നമുക്ക് കളത്തിരിക്കണം. ഇങ്ങനെ പോയാൽ കേൾക്കാൻ നമുക്ക് പോകണം. എല്ലാം ഒന്ന് അവിടെ എന്തെങ്കിലും അയമൊക്കെ ഉണ്ടാക്കി എടുത്തു. ഏകദേശം സ്റ്റാക്ക് കോൾ നമ്മളിട്ടുണ്ട്. ഇത്രയും എടുക്കുക കോൾ. ഇനി പാടി ഒരു വഴി വെക്കണം. അധികം എൻ്റെ മൈനിങ് കാളി ആയിരിക്കും. അതിൽ നല്ലൊരു വഴിയൊക്കെ സെറ്റ് ആക്കണം. നമ്മൾ ആ കേവിലേക്ക് എത്തിയിട്ടുണ്ട്. ചിക്കൊക്കെ തോന്നിയതാണ്. നമ്മൾ കണ്ടുകൊണ്ട് ഈ പിന്നിൽ നമുക്ക് ഉണ്ടാവുന്ന കൊല്ലം ഇരുപത്തേക്കും ദേശം അന്ന് കളിപ്പിച്ചാൽ പോകാം. ഈ വഴി ഒന്നും നോക്കാം. കളിക്കാത്ത കുറച്ച് ഡോക്കൊക്കെ എടുക്കുക. അതിന് മറന്നു വെക്കാം. കുറച്ച് കയ്യിലേക്ക് ഇതുകൂടി നടിച്ച് കളയാം. ദോശ വെച്ചിട്ട് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് സ്പോൺ പ്രൂഫ് ആക്കി എടുക്കുകയും ചെയ്യണം. ഈ അയ്യാണെങ്കിൽ ഉണ്ട്. ബാക്കി കോളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടും. നമുക്കിനി മേലോട്ടേക്ക് പോകാം. നമ്മൾ ഹെൽത്ത് ഒന്ന് കുറഞ്ഞിട്ടേക്ക് ഈ ബ്ലോക്ക് പോയിട്ട് കയ്യിലൊക്കെ ബ്ലോക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം. എന്തുകൊണ്ട് പിന്നീട് അവിടെ വന്നേ അതുകൊണ്ട് ഇപ്പോൾ കൂടി മാറ്റി മതിയാണോ? ഈ സ്കെൽറ്റനും ക്രീപ്പറിൻ്റെ ഇഷ്ടമില്ലാത്ത സ്കെൽറ്റൻ തുരുതുരാ നമ്പും ചെയ്ത് ക്രീപ്പർ അയച്ചാൽ എടുത്തു വന്ന് ഒച്ച വരും ഹോട്ടൽ. എനിക്ക് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ബില്ലൊക്കെ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട ബില്ല് ചെയ്തെന്ന് വിചാരിച്ചാൽ അപ്പോഴത്തെ ഒരു ക്രീപ്പർ വരും. ഒരു പൊട്ടിത്തെറി അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. തീരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ സംഭവം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക്. കുറച്ചുകൂടി ഗോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പാണ്ട് കോളായിട്ടുണ്ട്. ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. അകത്ത് ഇനി ഇതിലേക്ക് കഴിച്ചിട്ടേക്കാം. ഇതിലേക്ക് നമുക്ക് സംഭവിക്കാം. ഞാൻ അയണിന് വേണ്ടി നമ്മൾ കെട്ടി അയൺ കിട്ടിയില്ല. അയൺ കിട്ടാണ്ട് പറഞ്ഞു വീണ്ടും നാട്ടിൽ കുറേ കയറും. എനിക്ക് ഒറ്റ വരുന്നുണ്ട്. എനിക്ക് പോകുന്നത് വേഗം വന്നാൽ നോക്കിയാൽ എനിക്ക് ശ്രദ്ധിക്കണം. നോക്കിയോ സോമ്പി കിടക്കുന്നുണ്ട്. പോകാൻ നാട്ടേക്ക് നേരെ നാട്ടിൽ നോക്കാം. അത് എനിക്കോളം വൈകിട്ട് അതിന് നിങ്ങൾ കൊണ്ടു പ്രായമില്ല. ടോർച്ച് ഇങ്ങോട്ട് നോക്കാം. ഒരു മുടിയും കളി നോക്കാം. വരും ടോർച്ച് നോക്കി നോക്കാം. എല്ലാവരും പോയി എത്തിക്കാം. ഇതിന് ഒരാളൊക്കെ നമുക്ക് പോകുന്നു. ഒരു കാര്യമില്ല. ഒരാൾ കുറച്ച് കോളെങ്കിൽ കോളായോ കിട്ടില്ല തോന്നുന്നത്. കോളത്തിന് ഇത് കുറേ അങ്ങനെ കുറേ കോൾ കിട്ടുന്നുണ്ട്. കുറച്ച് ഓപ്പറ കറണ്ട് ഓപ്പറ കിട്ടുക. എനിക്ക് ഈ പറയുന്നു പോകണം. എങ്ങനെയെങ്കിലും നല്ല നമ്മൾ ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ കയ്യിൽ. പക്ഷെ നടക്കുന്നില്ല. ഇതാ സോമിച്ചപ്പ ചാവ ഇതൊക്കെ ഓ താഴെ തന്നെയാണ്. കാണുന്നില്ല പക്ഷേ അതാ കിട്ടിയ ഇങ്ങോട്ട് സേഫ് അല്ല. അയ്യോ അതെ 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 ഹെൽത്തില്ല ഇതാ കൂടി ഇങ്ങോട്ട് ചെയ്യുന്നത്. അയ്യോ ഇവിടെ സേഫ് അല്ല. ഞാൻ പോകുക ഈ സേഫ് അല്ല. ഈ നമുക്ക് വേറെ ഏതെങ്കിലും വരെ സ്ഥലം എടുത്താലാണ് നല്ലത്. ഇപ്പോൾ കോളാണെങ്കിൽ അയണത് കൊണ്ടത് ഈ അയണ് കയറി പോകുന്നു. അയണ് തന്നെ അയൺ നിൽക്കില്ല. അല്ല അതേ പോകണോ
അപ്പോൾ ഗൈസ് റെക്കോർഡിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, കിട്ടിയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം മൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് 49 അയൺ കിട്ടി. 49 ആ 49ഉം സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. വേറെ ഒന്നുണ്ട് സ്മെൽറ്റിങ്ങിന്. വുഡ് തന്നെ വെക്കാം. പകുതി ഇടുന്നോട്ടെ, പകുതി നമുക്ക് അപ്പുറത്തേലിട്ട് സ്മെൽറ്റ് ചെയ്യാം. ഗൈസ് ഇനി ഇത് ഫുൾ സ്മെൽറ്റായിട്ട് നമുക്ക് ഇനി കാണാം. ഗൈസ് അയൺ സ്മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം ആലോചിച്ച്, ഡേറ്റ് ഒക്കെ ഉണ്ട്, അത് ഇൻവെർട്ടറി ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കാം. കോളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അതിന്, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. ഡേറ്റ് കുറേ ആവശ്യം വരും നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന്. ഡേറ്റൊക്കെ അത്യാവശ്യം എടുക്കുക, അപ്പോഴത്തേക്ക് അത് അവിടെ സ്മെൽറ്റ് ആയിക്കോട്ടെ. നമ്മൾ ഇത് ഫ്ലോട്ടിങ് ചെയ്യുന്നതല്ലേ ചെയ്ത്, ഇതിനി മലയായിട്ട് പോലെ ബന്ധിപ്പിക്കുന്ന പോലെ റെഡിയാക്കി വെക്കുക. എന്തായാലും ആദ്യം തന്നെ ഒരു ബ്ലോക്ക് എന്തായാലും ഇതിൻ്റെ താഴെ തന്നെ അങ്ങ് വെച്ച് കളയാം. എന്നാൽ മോപ്സൊന്നും സൈഡിൽ കൂടി ഞാൻ കയറൂല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ. ഈ ടൈം ലാപ്സിൽ ഇനി കാണാൻ പറ്റും.
ഇപ്പം ഗൈസ് നമ്മൾ ഈ മലേൻ്റെ ഒരു ഭാഗം ഈ മലേൻ്റെ പോലെ അങ്ങ് ചേർത്ത് വെച്ചിരിക്കും. ഇത് 2 ബ്ലോക്ക് വിട്ടത് എന്താ പറയുക ഗൈസ്, നല്ലൊരു മോബിന് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് കയറാൻ പറ്റില്ല. നിങ്ങളുടെ മോബൊക്കെ അങ്ങ് കയറിക്കോളും. എന്നിട്ട് ഈ സൈഡിൽ കൂടി മോബിന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ബ്ലോക്ക് വിട്ടേക്ക് സ്പൈഡർ. നമുക്ക് ചെയ്യാനുള്ളത് മറ്റേ സൈഡും കൂടി ചെയ്യാണ്ട് ഈ സൈഡ് ഇത്തിരി ഡിഫറെൻ്റ് ആക്കി ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതേപോലെ വെക്കുക, ഒരു കോബിൾ സ്റ്റോൺ ഒക്കെ ആക്കി. സ്റ്റോൺ എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, സിലിക്കോൺ തേച്ചൊന്നും അയക്കുന്നില്ല. ഇതേപോലെ കോബിൾ സ്റ്റോൺ താഴോട്ടാക്കി വെക്കുക. ഇവിടെ കുറച്ച് ഡേർട്ടൊക്കെ ആക്കി വെച്ചിട്ട് ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അയൺ അയച്ചാലോ കുറേ കിട്ടിയെങ്കിൽ ഞാൻ അത്രയും നേരം ഇവിടുന്ന് കഴിച്ച് ചെയ്ത് കാണിച്ചുതരാം. ഈ അയണൊക്കെ സ്മെൽറ്റ് ആവാൻ വേണ്ടി ഒരു എന്തായാലും ഇത്രയും ദിവസം അയൺ സ്മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പണി ചെയ്യാൻ പോയതാണ്. കാണിച്ചു തരാം. ആദ്യം ഇവിടെ വെച്ചു അയൺ അയ്യോ ഇതാണല്ലോ. ഇപ്പം ഗൈസ് പണ്ട് ഇവിടെ ഇത്തിരി മുമ്പേ ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്ന സംഭവമല്ലേനോ, ഫ്ലോട്ടിങ് ലാൻഡ് എന്നൊക്കെ പറയും. ഒക്കെ ഞാൻ പോക്കി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്ഥലമാക്കി ഇവിടെ ഒക്കെ മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഗൈസ് ഇവിടെ ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കിയാലോ ആണോ. അന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കണം, നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാമെന്ന്. ആ സംഭവം സീക്രട്ട് ബേസ് ഉണ്ടാക്കാനായിരുന്നു. ഈ പശുവൊക്കെ ഇതിനകത്ത് കയറിപ്പോയി എന്തായിക്കോട്ടെ. ഇനി നമുക്കിത് മൂടി വെക്കാം. പശു അതിനകത്ത് വളർന്നോട്ടെ. ഒന്നും നോക്കാനും ആവില്ല, പാവണ്ട കൊല്ലണ്ട വിചാരിച്ചിട്ട്. ഇപ്പം അത്രയ്ക്കൊന്നും മനസ്സിലാവില്ല, കോബിൾ സ്റ്റോൺ ആയതുകൊണ്ട് തിരി മനസ്സിലാവും. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അയണിൻ്റെ ടൂൾസും ആർമേഴ്സും ഒക്കെ ഉണ്ടാക്കി വെക്കാം.